കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നു. എപ്പോഴാ തെറ്റിയതെന്ന് പറയുന്നത് കഷ്ടത വന്നപ്പോൾ തെറ്റിയെന്നല്ല, കഷ്ടത ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ തെറ്റിപ്പോയി. കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കഷ്ടത വരുന്നത് ഒരു ദൈവ പൈതലിൻ്റെ നാശത്തിനു വേണ്ടിയല്ല, ഒരു ദൈവ പൈതലിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. 71-ാം വാക്യത്തിൽ അവൻ ചേർത്ത് വായിക്കുമ്പോൾ, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. അപ്പോൾ കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി എന്ന് പറയുന്നത് ദൈവകൽപ്പനയിൽ നിന്ന് മാറിപ്പോയെന്നാണ് ഭക്തൻ പറയുന്നത്. എന്നാൽ അവൻ ദൈവ കൽപ്പനയിൽ നിന്ന് മാറിപ്പോയവനെ ആ കൃപയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ദൈവം ചില കഷ്ടങ്ങളെ അനുവദിച്ചു. ആമേൻ. അതുകൊണ്ട് ഭക്തൻ ഉറപ്പോടെ പറയുകയാണ്, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ചില കഷ്ടതകൾ ജീവിതത്തിൽ വരുന്നത് കുഞ്ഞെ ഗുണത്തിന് വേണ്ടിയാ, അത് ദോഷത്തിന് വേണ്ടിയല്ല. കഷ്ടതയൊന്നുമില്ലായിരുന്നെങ്കിൽ ഇവിടെയുള്ള എത്ര പേര് ദൈവസന്നിധി പ്രാർത്ഥിക്കുമായിരുന്നു.